ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ലേറ്റ് എന്നതിൻ്റെ അർത്ഥം നോക്കാം. ലേറ്റ് എന്നാൽ മരിച്ചുപോയ അല്ലെങ്കിൽ വൈകുക എന്ന അർത്ഥമാണ് അതിന് വരുന്നത്. വാക്യത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ ലേറ്റ് വരുന്ന സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഹി വാസ് സോ ലേറ്റ് ഫോർ ദി ഡിന്നർ. അവൻ അത്താഴത്തിന് വളരെ വൈകി. വൈകി എന്ന അർത്ഥം വരുന്ന സെൻറ്റൻസാണിത്. ഇനി വേണു ഈസ് ദ സൺ ഓഫ് ലേറ്റ് മാധവൻ. പരേതനായ മാധവൻ്റെ മകനാണ് വേണു. ഇവിടെ മരിച്ചുപോയ എന്ന അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ലേറ്റിന് രണ്ട് അർത്ഥങ്ങളാണുള്ളത്. ഒന്ന് വൈകി അല്ലെങ്കിൽ മരിച്ചുപോയ എന്ന അർത്ഥം വരുന്നു. ലേറ്ററിൻ്റെ അർത്ഥം നോക്കാം. ഐ വിൽ കം ലേറ്റർ, അതായത് ഞാൻ പിന്നീട് വരാം. അപ്പോൾ ലേറ്ററിൻ്റെ അർത്ഥമാണ് ശേഷം. ഇനി ലാറ്റർ എന്നാൽ രണ്ടാമത്തേത്. ദ ലാറ്റർ പാർട്ട് ഓഫ് ദ മൂവി വാസ് നോട്ട് ഇൻട്രസ്റ്റിംഗ്. സിനിമയുടെ രണ്ടാമത്തെ ഭാഗം രസകരമായിരുന്നില്ല. അപ്പോൾ ലേറ്ററിൻ്റെ അർത്ഥം എന്താണ്? രണ്ടാമത്തേത് എന്നാണ്. ലേറ്റസ്റ്റ് ഏറ്റവും പുതിയത്. ഗൂഗിൾ ലോഞ്ച്ഡ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് റീസെൻ്റ്ലി. ഗൂഗിൾ ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ പതിപ്പ് ഈയിടെ പുറത്തിറക്കി. അപ്പോൾ ലേറ്റസ്റ്റ് വരുന്നത് ഏറ്റവും പുതിയത് എന്ന അർത്ഥം വരുന്നു. ലാസ്റ്റ് എന്നാൽ അവസാനത്തെ. മൗണ്ട് ബാറ്റൻ വാസ് ദ ലാസ്റ്റ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. മൗണ്ട് ബാറ്റൻ ആയിരുന്നു അവസാനത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. അപ്പോൾ ലാസ്റ്റ് അവസാനത്തെ എന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ ലേറ്ററും ലേറ്റസ്റ്റും സമയത്തെ സൂചിപ്പിക്കുന്നു. ലേറ്റർ എന്നാൽ ശേഷം, ലേറ്റസ്റ്റ് ഏറ്റവും പുതിയത്. അപ്പോൾ അത് സമയത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ ലേറ്ററും ലാസ്റ്റും സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ലാറ്റർ എന്നാൽ എന്താ? രണ്ടാമത്തേത്. ലാസ്റ്റോ അവസാനത്തേത്. അപ്പോൾ അത് സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ലേറ്റ് എന്നാൽ വൈകുക അല്ലെങ്കിൽ മരിച്ചുപോയ എന്ന അർത്ഥം വരുന്നു. ലാറ്റർ രണ്ടാമത്തേത്, ലേറ്റർ ശേഷം. ലാറ്ററും ലേറ്ററും, അതിൽ ലാറ്ററിന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ രണ്ട് ടി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് രണ്ടാമത്തേത് എന്ന് പഠിക്കാം. ലേറ്റർ ശേഷം എന്നും. ലേറ്റസ്റ്റ് എന്ന് ഏറ്റവും പുതിയത്, ലാസ്റ്റ് അവസാനത്തെ.